ഹായ് എവരിവൺ, റേഡിയൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് NCERT പ്ലസ് 1 ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിറ്റ്സിനെ പറ്റിയും മെഷർമെന്റ്സിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രയർ നോളജുകളുണ്ട്. മുൻകാല അറിവുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ കുറച്ച് സുഗമമാവുള്ളൂ നമ്മുടെ പഠനം. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമായി നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയുന്നത്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്കറിയാം. നീളം, നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് അവന്റെ ഹൈറ്റ് എത്ര, എന്ത് ഉയരം എത്ര, നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. നമ്മൾ കടകളിൽ പോകുമ്പോൾ സാധനങ്ങൾ തൂക്കി വാങ്ങാറുണ്ട്. അതിന്റെ ഭാരം, വെയിറ്റ്, ഇത് ക്വാണ്ടിറ്റിയാണ്. പിന്നെ നമ്മൾ പറയും ഈ പാത്രത്തിൽ എത്രത്തോളം വെള്ളം കൊള്ളും, ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അത് അതിന്റെ വോള്യത്തെയാണ്, ആ പാത്രത്തിന്റെ വോള്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാപ്തം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസുകളെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്നാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിന് എടുത്തു പറയാനുള്ള കാരണമുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നടക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയാനുള്ളത് ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അല്ലെ, നമുക്ക് ചൂടുണ്ടോ ഒരു വസ്തുവിന് ചൂടുണ്ടോ നമുക്ക് തൊട്ട് നോക്കി നമുക്ക് ഡയറക്റ്റ് അനുഭവിച്ചറിയാൻ കഴിയും ടെമ്പറേച്ചർ. പിന്നെ പ്രഷർ, ഫോഴ്സ്, ഒരു വസ്തുവിന്റെ മാസ്, ഇതെല്ലാം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇതെല്ലാം നമുക്ക് കണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അനുഭവിച്ച് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയും. ഇത്തരം ക്വാണ്ടിറ്റീസുകളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് നേരിട്ട് അളക്കാൻ കഴിയാത്ത, ഡയറക്റ്റ് ഫീൽ ചെയ്ത് അളക്കാൻ കഴിയാത്ത ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഉദാഹരണം സ്നേഹം, ദേഷ്യം, വേദന. ഇതെല്ലാം ഒരാളുടെ ഉള്ളിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് അളക്കാൻ കഴിയില്ല. അതൊന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ പെടുന്നതല്ല. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മുഴുവനും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി മാത്രമാണ്. നമുക്ക് അളക്കാൻ കഴിയുന്ന അളവുകളെ പറ്റി മാത്രമാണ്. ഇനി അടുത്തത് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ രണ്ട് വകഭേദങ്ങളെ പറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റാരുടെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റികളാണ്. അതായത് മറ്റ് ക്വാണ്ടിറ്റികളുടെ സഹായം വേണ്ട ഇവയെ അളക്കാൻ. അത്തരം ക്വാണ്ടിറ്റീസുകളെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ ലെങ്ത് നമുക്ക് പോയി മെഷർ ചെയ്യാം. സ്കെയിൽ തന്നെ ആവണമെന്നില്ല, മറ്റു പല ഉപകരണങ്ങളുണ്ട് ലെങ്ത് മെഷർ ചെയ്യാൻ. നമുക്ക് അങ്ങനെ മറ്റ് ക്വാണ്ടിറ്റീസിന്റെ സഹായം വേണ്ട. ഇപ്പൊ ലെങ്ത് ഒരു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റിയാണ്. അതിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഗണത്തിലാണ് പെടുത്തുക. അതുപോലെ തന്നെയാണ് ഒരു വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്ന അളന്ന് നോക്കാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം മാസ് ഉണ്ട് ഒരു വസ്തുവിന്, അല്ലെ, തൂക്കി നോക്കാം. അത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി പെടുന്നതാണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് ഒരു സമയം. നമുക്ക് മറ്റാരുടെ സഹായം ഇല്ലാതെ നമ്മുടെ ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം മെഷർ ചെയ്യാം. അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കണക്കിൽ പെടുന്നതാണ്. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റീസുകൾ ഇനിയുമുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അടുത്ത ഘട്ടങ്ങളിൽ. അപ്പം ഇത്തരം ആരുടെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, എന്നാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്ന മറ്റ് ക്വാണ്ടിറ്റീസിന്റെ സഹായം ഇല്ലാതെ മെഷർ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ആ വാക്കിൽ തന്നെയുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏരിയ, ഒരു വസ്തുവിന്റെ ഏരിയ, പിന്നെ ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെ, ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നീളം അളന്നാൽ മതി. സ്ക്വയർ ആണ്, അപ്പൊ എല്ലാ സൈഡുകളും ഈ ഒരു നീളം അളന്നതിന് അതിന്റെ ലെങ്ത് കിട്ടി, ഒരു സൈഡിന്റെ ലെങ്ത് കിട്ടി. അത് മതി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേക ഒരു ഉപകരണം ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് ഈ ലെങ്തിൽ നിന്ന് എന്ത് ചെയ്യാം? ഏരിയ ഡിറൈവ് ചെയ്തെടുക്കാം. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ ആണ്. അതായത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. നമുക്ക് ഈ ലെങ്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ഏരിയ. അതുപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ ബോക്സിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റെക്ടാങ്കിൾ ബോക്സിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഫണ്ടമെന്റലി എല്ലാം എന്തിനാണ്? ലെങ്തിനാണ്. നമുക്കൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബോക്സിന്റെ ലെങ്ത് അളക്കാം, പിന്നെ അതിന്റെ ബ്രെഡ്ത്ത് അളക്കാം, പിന്നെ ഹൈറ്റും അളക്കാം. ഈ മൂന്ന് നീളങ്ങളും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. ഇപ്പൊ ഏരിയ, വോളിയം,
ഇന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എന്ത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, കാര്യം നമുക്ക് അത് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് നമുക്ക് യൂണിറ്റുകളെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുക. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുക. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്.